ഇന്ന് നമ്മൾ പറയുന്നതിനുണ്ട് കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞ പോലെ നമ്മൾ ചത്തിട്ടില്ല. അതെ അതെ, പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. ഹായ്, നമസ്കാരം, വണക്കം. അങ്ങനെ പോഡ്കാസ്റ്റ് ഓൺ ദ റോഡ്സിലെ 7ാമത്തെ എപ്പിസോഡിലേക്ക് വീക്കിലി പോഡ്കാസ്റ്റിന്റെ 7ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ വീണ്ടും ഒരാഴ്ച കടന്നിരിക്കുകയാണ്. ഒരാഴ്ചക്കടയിൽ എന്തൊക്കെ സംഭവിച്ചു? IPL കുറെ മാച്ച് കഴിഞ്ഞു. അതെ, ഫാന്റാസ്റ്റിക്. ഇപ്പൊ 61ാമത്തെ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. പഞ്ചാബും RCB ആയിട്ട് ഒടുവിൽ പറഞ്ഞ വിവരം വെച്ചിട്ട് അതെ കോഹ്ലി 50 അടിച്ചു, ഡേവിഡ് പടിക്കൽ 45. പിന്നെ എല്ലയുടെ സന്തോഷത്തിനായിട്ട് ഒരു കാര്യം എടുത്തു പറയാനുണ്ട്. ജീത ശർമ്മ ക്യാപ്റ്റനാണ്. അതുകൊണ്ട് ചെന്നൈ, രാജസ്ഥാൻ എന്നുള്ളവർക്ക് ടീമിൽ നിന്ന് പുറത്തായി വരും സന്തോഷപൂർവ്വം നമ്മൾ അറിയിച്ചു കൊടുക്കും. നമ്മൾ പറയുമ്പോൾ തിരിച്ചാണല്ലോ. അതെ അതെയാണല്ലോ ഞാൻ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞു, ചിലപ്പോഴേ ഗില്ലി GT കയറുള്ളൂ. GT കയറി സ്മാർട്ട് ബോയ്സ്. പക്ഷെ നമ്മൾ മുംബൈ കയറുന്ന പറഞ്ഞില്ലേ, കയറിയതല്ലോ ആദ്യം പുറത്തായി. പിന്നെ GT പറ്റി പറയാം. GT ഇപ്പം നമ്മൾ ഹേറ്റഡ് മാറ്റി വെക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിൽ കളിക്കുന്ന ടീമാണ്. ഏറ്റവും കുറവ് വൈഡ് എറിഞ്ഞ ആൾക്കാർ, ഏറ്റവും കുറച്ച് ഡോട്ട് ബോൾ എറിഞ്ഞ രണ്ടാമത്തെ, ഏറ്റവും കുറവ് ഡോട്ട് ബോൾ എറിഞ്ഞ രണ്ടാമത്തെ ടീമാണ് GT. ഞെട്ടിയോ? ഏറ്റവും ഡോട്ട് ബോൾ എറിഞ്ഞ ടീംസ് ഉണ്ടല്ലോ, എല്ലാം കൂടി തിരിഞ്ഞ് ഏറ്റവും കൂടുതൽ കൺസീഡ് ചെയ്ത മൂന്നാമത്തെ ടീമാണ് GT ബാറ്റിംഗില്. ഏറ്റവും കുറവ് എറിഞ്ഞ, ഏറ്റവും കൂടുതൽ ഡോട്ട് ബോൾ സ്റ്റാറ്റ്സ് എവിടെയും വെച്ചിരിക്കും, നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞിരിക്കും. അതേ പറ്റുള്ളൂ. ബോൾ എറിഞ്ഞ് ഡോട്ട് ആക്കിയത് ഏറ്റവും കൂടുതൽ GT, ഏറ്റവും കുറച്ച് ബാറ്റ് ചെയ്ത് ഡോട്ട് ആക്കിയതും GT. ഏറ്റവും കുറച്ച് എക്സ്ട്രാസ് എറിഞ്ഞ രണ്ടാമത്തെ ടീമാണ് GT. ആദ്യത്തെ രണ്ടാമത്തെ ടോപ്പ് 3-ലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാറ്റ്സ് വെച്ചിരിക്കാം. ഇതിനൊക്കെ സ്റ്റാറ്റ്സ്, വ്യക്തമായ സ്റ്റാറ്റ്സ് ജെമിനിയിലുണ്ട്. അവിടെ അല്ലടാ മറ്റു സാധനം, അല്ലല്ല, ഞാൻ ജെമിനി കഷ്ടപ്പെട്ടെടുത്തതാ. ഓരോ മത്സരങ്ങളും തപ്പിപ്പിടിച്ച് ജെമിനി എടുത്ത സാധനങ്ങളാണ്. അപ്പോൾ ജെമിനി പൈസ ഇല്ലാതെ, തത്ത പൈസ വന്നാലും ജെമിനി പൈസ ഇല്ലാതെ. തത്തയില്ല. അപ്പോ കഴിഞ്ഞ കളി, ഇപ്പോൾ ഒരാഴ്ച കളിയിൽ മുംബൈ ആസ്വാദികമായ ബാറ്റിങ്ങും ബോളിങ്ങും ഞെട്ടി. നമ്മളെല്ലാം ഞെട്ടിയ സംഭവം പറഞ്ഞ കാര്യമാണ്. ബൂമ്ര ക്യാപ്റ്റനായി. ഏറ്റവും ഇപ്പൊ ക്യാപ്റ്റൻസി റെക്കോർഡിൽ 100% ബൂമ്രയ്ക്ക്, വേറെ ആർക്കും ഇല്ല. ഒരു കളി കളിച്ചാൽ. പിന്നെ എടുത്ത് പറയാനുള്ളത്, അപ്പൊ തന്നെ ചെന്നൈക്ക് വലിയ സാധ്യത ഉണ്ടായിരുന്നു. LSC എണ്ണാക്കി അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. മറ്റൊരു സന്തോഷം. സ്പെഷ്യൽ മെൻഷൻ LSC അവരുടെ പ്രൈം ആയിട്ട് തന്നെ എപ്പോ എലിമിനേറ്റ് ആവോ അപ്പൊ അവര് പ്രൈം കളി കളിക്കും. കഴിഞ്ഞ കുഴപ്പമുണ്ട്, എലിമിനേറ്റ് അടുത്ത കളിയാണ് സെഞ്ചുറി അടിച്ചത്. ഈ കളി ഉണ്ട് 20 ബോൾ നിൽക്കിയാണ് കളി ജയിച്ചത്. ആകെ 120 ബോളേ ഉള്ളു കളി, അതിൽ 20 ബോൾ നിൽക്കി കളി ജയിച്ചു. അതെ, എല്ലാവരും ഫോമില്, എൻപുരാൻ ഉൾപ്പെടെ. നീ പന്തും കൂടെ കുറച്ചൊരു ഫോം ആവുന്നുണ്ട്. പന്ത് ഇപ്പൊ ജസ്റ്റ് ഫോമായി വന്നതേ ഉള്ളൂ. 2 കളി ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ കളി പോകുന്നു. പിന്നെ എടുത്ത് പറയാൻ ഡ്രോപ്പ് ക്യാച്ചസ്. ശശാങ്ക് തന്നെയാണ് ലീഡിങ്. ഡൂബെ മൂന്നാമത്. നമൻതീർ ഒരു ക്യാച്ചിന്റെ ലീഡിൽ. പക്ഷെ വേറൊരു പഞ്ചാബ് അല്ലേ ലീഡിങ് ടീം വെച്ച് നോക്കുമ്പോ. പഞ്ചാബ് അല്ലേ ലീഡിങ്? ആരായിരുന്നു? SRH. സൺറൈസ് ആണ് കൂടുതൽ. അപ്പൊ ടീം പ്ലേയേഴ്സ് ആണ്, ഡിവൈഡ്. പക്ഷെ രണ്ടാം സ്ഥാനത്ത് 3 പേരുണ്ട്. പഞ്ചാബ്, ചെന്നൈ, ഒരു ടീമും കൂടെ ഉണ്ടായിരുന്നു. 3 പേർക്ക് 20 വെച്ചാണ് ഉള്ളത്. 6 സെക്കൻഡ് ആണ് തോന്നിട്ട്. മൂന്നാമതെന്തോ ഇത്രയും പേരുണ്ട്. നമൻതീർ കട്ടയ്ക്ക് പിടിക്കുന്നുണ്ട് ടോപ്പിക് ആയിട്ടാനായിട്ട്. അതെ, പക്ഷെ ശശാങ്ക് സമ്മതിക്കുന്നുണ്ട്. 11 ഡ്രോപ്പ് കച്ചം കണ്ടു, 10 ഡ്രോപ്പ് കച്ചം കണ്ടുപോയി. പിന്നെ ഡൂബെ എന്താ പിന്നെ കളിപ്പിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അത് ക്യാച്ച് വരാത്താണെന്ന് എനിക്ക് അറിഞ്ഞിട്ട്. ഡ്രോപ്പ് വരുന്നില്ല. അതെ, അതുകൊണ്ട് അത് കുറച്ച് ടൈറ്റ് ആണ്. ഇപ്പോഴത്തെ നിലവിൽ എന്റെ കണക്കൂട്ടൽ ശരിയാണെങ്കിൽ 11, 7, 5 എന്ന നിലയിലാണെന്ന് തോന്നുന്നു. 11, 10, 8 അങ്ങനെ പോകുന്നു എന്ന് തോന്നുന്നു കേട്ടോ. ഇതിന്റെ സ്റ്റാറ്റ്സ് ക്യാച്ചിന്റെ സ്റ്റാറ്റ്സ് ഞാൻ നോക്കിയിട്ടില്ല. അതെ, പറഞ്ഞ പണിയൊന്നുമില്ലല്ലോ. ജനുവരി ചോദിച്ചാൽ പോരെ. ബംഗ്ലാദേശും പാകിസ്ഥാനും ടെസ്റ്റ് കളിച്ച് പാകിസ്ഥാനും ഓടിച്ചു വിട്ടു. ബംഗ്ലാദേശ് ഭയാനകമായ കളികളെ.
അതെ അതെ, ലോകത്തോറ് എന്താ സംഭവിക്കുന്നു ഇവിടെ. കഴിഞ്ഞ ദിവസം സിക്സ് ആരൊക്കെ സ്വീഡനും പേരൊന്നുകൂടാത്തൊരു രാജ്യം കളിച്ചിരുന്നു. ആ അതിന്റെ സ്റ്റാറ്റ്സ് നമ്മൾ ആ പേര് സൈറസ്. അതിലും കൂടുതലും ആ നാട്ട് സ്വീഡനിലാ. സ്വീഡനിൽ ഇന്ത്യക്കാരായിരുന്നു കൂടുതൽ. മലയാളി ഉണ്ടായിരുന്നു അതിന്റെ അകത്ത്. മലയാളി ഉണ്ടായിരുന്നത്. മലയാളി, തമിഴ് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ എല്ലാവരും ഉണ്ട്. കട്ടക്ക് ഇപ്പുണ്ട്. അവര് കളിച്ച് വരട്ടെ. യൂറോപ്യൻ ക്വാളിഫയേഴ്സ് ആണ് തോന്നുന്നത്. ഗ്രൂപ്പ് എ അങ്ങനെ തോന്നുന്നു. പാകിസ്ഥാൻ ബംഗ്ലാദേശ് ടെസ്റ്റ് മത്സരത്തിന്റെ ലാസ്റ്റ് ദിവസത്തിന്റെ തലേ ദിവസം സൽമാനൊക്കെ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് എന്താണെന്നറിയും? പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു അവരൊരു 260 വെച്ച് ഡിക്ലെയർ ചെയ്യുവാണെങ്കിൽ നമ്മളൊക്കെ സുഖമായിട്ട് ജയിക്കുമെന്ന്. ബംഗ്ലാദേശ് എന്ത് ചെയ്തു? 266 ആയപ്പോൾ തന്നെ ഡിക്ലെയർ ചെയ്തു. തോപ്പിച്ചു. 103 റണ്ണിന് തോപ്പിച്ചു. വലിയ കാര്യം മിണ്ടായിരുന്നാ മതിയായിരുന്നു. 260 ഓൾ ഔട്ട് ആക്കുമെന്ന് പറഞ്ഞ ചെയ്ത ആളെ 260 അമ്മമാര് ഡിക്ലെയർ ചെയ്തിട്ട് അങ്ങനെ കുറെ സംഭവം. പുള്ളിക്കാർ 2 ഇന്നിങ്സും കൂടെ ചേർത്തായിരിക്കും 260 എന്ന് പറഞ്ഞ. ലീഡ് എടുത്തില്ല. ഫസ്റ്റ് ലീഡ് പോലില്ലായിരുന്നു. ഇപ്പൊ സെക്കൻഡ് ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഡേ 2 ആണെന്ന് തോന്നുന്നു. അതിലോട്ടും അടുത്ത മാസം വരുന്നതായിരിക്കും നമ്മളെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പും. അതൊക്കെ ഒരു വഴിക്കായി നിൽക്കുകയാണ്. അതെ, നമ്മളൊരു വഴിക്കായി നിൽക്കണം. പിന്നെ ഇത്രയും വെച്ചിട്ട് ഗില്ലിന്റെ പെർഫോമൻസ് കണ്ടിട്ട് ഗില്ല് തന്നെ ഉടനെ ഒരു ക്യാപ്റ്റൻ ആവാനുള്ള സാധ്യത നമ്മൾ കാണാതിരിക്കുന്നില്ല. T20 പ്രത്യേകിച്ച്. അതിലിപ്പോ ആരെ മാറ്റി നിർത്തുന്ന വെച്ചാൽ ചിലപ്പോൾ സൂര്യകുമാറിന്റെ തൊലി കളിയായിരിക്കും. കാരണം അഗർക്കറിന് ഗില്ലിൽ അത് പറ്റൂല എന്നാണ് കിംബദന്തികൾ പറയുന്നത്. ഗില്ല് ഓപ്പണിങ് ഇറങ്ങും. സഞ്ജുവിനെ 2 ഡൗൺ ആയിട്ട് നമ്മുടെ വാഷിംഗ്ടൺ സുന്ദർ ഉണ്ടാവും. ശരി, ലെഫ്റ്റ് ആൻഡ് റൈറ്റിന് കോമ്പിനേഷൻ വേണമല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വാഷിംഗ്ടൺ സുന്ദർ ഇറങ്ങും. ഇതൊക്കെ കഴിഞ്ഞിട്ട് മതി തിലക് വർമ്മ. പിന്നെ റാണയുണ്ട്. അതിനുശേഷം തിലക് വർമ്മ. ഇതൊക്കെ നടക്കണത് ഒരു 230 250 ചേസ് ചെയ്യണ കളിയിലായിരിക്കും ഈ ഓർഡർ വരുന്നത്. അല്ല, അങ്ങനെ വരത്തില്ല. ബുംറ പരിക്ക് അല്ലെങ്കിൽ അത് ശരി കേട്ടോ. ഇപ്പോഴത്തെ ഏറ്റവും വലിയ കൺസേൺ ബോളിംഗിന് കാര്യം തന്നെയാണ്. ഇന്ത്യയുടെ പിച്ചെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓൺലി ഫോക്കസിങ് ഓൺ ബാറ്റിംഗ് ആണ്. T20 ബാറ്റിംഗ് ഇപ്പൊ തന്നെ ഇപ്പൊ എത്ര 60 കളി ആയിട്ടുള്ളൂ. ഇപ്പൊ 61ാമത്തെ കളി നടക്കുകയാണ്. ഇപ്പൊ 60 കളിയിൽ 52 200+ സ്കോറാണ് നടന്നത്. നിങ്ങൾ അത് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇന്ത്യൻ IPL കളിക്കുന്ന നോക്കിയിട്ടാണ് ടെസ്റ്റ് ടീമിൽ 3-4 പേര് എടുത്തിട്ടുള്ളത്. സായി സുദർശൻ. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ സായി സുദർശൻ വന്ന സമയത്ത് IPL എപ്പോഴും ഫ്ലാറ്റ് പിച്ചുകളാണ്. അതേസമയം ഇന്ത്യ ടെസ്റ്റ് കളിക്കാൻ പിച്ച് അങ്ങനത്തെ ഇരിക്കും. അല്ല കുഴി കുത്തിയത് ആലോചിച്ചോക്കണേ. റാങ്ക് ടേണറാണ് ഉദ്ദേശിച്ചത് കേട്ടോ. നമ്മുടെ നാടൻ ഭാഷയിൽ അങ്ങനെ പറയുമെങ്കിലും നമ്മൾ പ്രൊഫഷണലി അതിന്റെ റാങ്ക് ടേണർ എന്ന് പറയാറുണ്ട്. റാങ്ക് അല്ല, റാങ്ക് അല്ല, റാങ്ക്. എനിക്ക് റാങ്ക്. ശരി, ഞാൻ അങ്ങനെ എന്നിട്ട് സായി കളിക്കണില്ലെന്ന് പറയും. പക്ഷെ ഗില്ലി കളിക്കും. നമുക്ക് ഗില്ലിനോട് പ്രത്യേകിച്ച് ഒരു ഇതില്ല. പക്ഷെ ഒരുപാട് സപ്പോർട്ട് ആവശ്യമില്ലാതെ കഴിഞ്ഞ കളി കണ്ടില്ലേ? എത്ര 2 ഓവറിൽ 60 അങ്ങോട്ട് വെക്കുമ്പോൾ ജീറ്റ് ജയിക്കും എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഫേവറിറ്റിസം ആർക്കാരും ചെറിയ ഹേറ്റേഴ്സ് വന്നു. പന്തിന് അങ്ങനെയായിരുന്നു ആദ്യമൊക്കെ, ആവശ്യമില്ലാതെ വന്നു. പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ നമ്മുടെ പന്ത് പോയിട്ട് ഭയങ്കര കമ്പനിയാണ്. അതെ, പക്ഷെ പുള്ളിക്കാരൻ എന്ത് ആക്സിഡന്റിന് ശേഷം ഒതുക്കി. മുമ്പും വലിയ ഇതില്ലാതെ വന്നു, ഡ്രോപ്പ് ചെയ്ത് വന്നതാണ്. ആക്സിഡന്റിലായപ്പോ ബാക്കായി. ആ സമയത്താണ് ഗില്ല് മെയിനായി. അതെ, ഗില്ല് മെയിൻ ആളായി. പ്രിൻസ് എന്നൊക്കെ സ്വന്തമായിട്ട് അവരെന്നെ പിടിച്ച് ഇതാക്കാൻ തുടങ്ങി. അതാണ് എവിടെ നിന്നായിരിക്കും അല്ലെ എങ്ങനെയായിരിക്കും. പക്ഷെ ഗില്ലിന് കഴിവുണ്ട് കേട്ടോ. ഗില്ലിന് കഴിവില്ല എന്ന് പറയുന്നില്ല, ടാലന്റഡ് ആണ്. ഇച്ചിരി ഓവർ അല്ല പറയുന്നില്ല. അല്ല നമ്മളിപ്പോ കോഹ്ലി കിങ് ഇത് പറയണത്. പക്ഷെ അങ്ങനെ കോഹ്ലിയൊക്കെ ഏറ്റവും വലിയ ഇന്നിങ്സ് കളിച്ചിട്ടാണ് ആ ഒരു പോയിന്റിലെത്തിയത്. എത്ര വർഷം കളിച്ചിട്ട് കിട്ടിയത്? ഗില്ലൊരു കളിച്ചൊരു 2-3 വർഷമൊക്കെ ആയപ്പോഴൊക്കെ ഇത് കിട്ടി. അത് നോട്ടബിളി അങ്ങനെ ഭയങ്കര കോഹ്ലി റിട്ടയർമെന്റ് സോണിൽ എത്തിയില്ല. അപ്പൊ അടുത്തൊരു രാജാവ് വേണമല്ലോ. അപ്പൊ ആദ്യമേ രാജാവിന്റെ അടുത്ത് ഒരു ക്ലാസിക് രാഹുൽ ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ രാജാവ് കാണിക്കാൻ വേണ്ടിട്ട് രാജകുമാരൻ വരുന്നു എന്ന് പറയാൻ തുടങ്ങി. പക്ഷെ അതിന് പണിയിട്ട് KL രാഹുലാണ്. അതിന് ഏറ്റവും പണിയിട്ട് KL രാഹുലാണ്. കാരണം കോഹ്ലി കഴിഞ്ഞിട്ട് KL രാഹുലായിരുന്നു അവർ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ ഉടനെ കൊണ്ട് ഗില്ല് വന്ന പൊക്കിക്കൊണ്ട് തെറ്റിക്കില്ലേ. പ്രിൻസ് യാദവിന് സാധ്യതയുണ്ട് കേട്ടോ. അടുത്ത ഒരു ഇന്ത്യൻ ടീമിൽ വരാൻ നല്ല സാധ്യതയുണ്ട് പ്രിൻസ് യാദവ്. കാരണം പുള്ളിക്കാരന്റെ ടാലന്റ് ഇജ്ജാതി സാധനം അറിയാം.
പുള്ളിക്കാരൻ IPL ആണ് ആദ്യമായിട്ട് ലെതർ ബോൾ കളിക്കുന്നത്. Can you believe it? അതൊക്കെ കോഹ്ലിയൊക്കെ ഡക്കാക്കിയിട്ട് അത് കോഹ്ലി ആകെ കഴിഞ്ഞ സീസണിൽ കോഹ്ലി പറഞ്ഞിട്ട് നീ ലൈനിലേക്ക് നോക്കിയേറി. ഓക്കെ ചേട്ടാ. പിന്നെ വേറെ സംഭവം ഉണ്ടായിരുന്നു നമ്മുടെ മറ്റേ കോഹ്ലി പറഞ്ഞിരുന്നു ഇന്റർവ്യൂല്, എനിക്ക് ആൾക്കാരടുത്ത് പറയാൻ എനിക്ക് യാതൊരു കുഴപ്പമില്ല, കാരണം അവര് കളിച്ച് ഇന്ത്യൻ ടീമിൽ നന്നായിട്ട് വരണം, എനിക്ക് അത്രേ ഉള്ളൂ, എന്നെ ഡക്കിനെ ഔട്ടാക്കി എന്നെ ടീം തോപ്പിച്ചാലും കുഴപ്പമില്ല, അത് പറഞ്ഞിരുന്നു. പിന്നെ അതുപോലെ എനിക്ക് ഏറ്റവും എടുത്ത് പറയേണ്ട അല്ല, പക്ഷെ പുള്ളിക്കാരൻ്റെ ഇതുണ്ട്, ചെറിയൊരു കൺസിസ്റ്റൻസി, അത് നമുക്ക് പറയാൻ എളുപ്പമാണ്. അത്രയും ആൾക്കാർ അല്ല, ഇത്രയും പ്രഷറില് ഇങ്ങനെ എറിയുമ്പോൾ ഒരു പണിയില്ലാത്ത 3 പേര് ഇങ്ങനെ കൊണയടിക്കുന്ന സ്വാഭാവികമാണ്. അത് എന്തുകൊണ്ട് കൊണയടിക്കുന്നു? ഈ മാവുള്ള മരത്തിലെ മാങ്ങ എറിയുള്ളൂ. അതെ, പക്ഷെ റാണയ്ക്ക് എന്തുകൊണ്ട് ഇങ്ങനെ മാങ്ങ എറി കിട്ടുമെന്ന് എനിക്ക് ഇപ്പോൾ അറിഞ്ഞൂടാ കേട്ടോ. അല്ല, മാങ്ങയുള്ള മാവിലല്ലേ കല്ലെറിയുള്ളൂ, പക്ഷെ റാണയ്ക്ക് എന്തുകൊണ്ട് ഇത്രയും കല്ലെറി കിട്ടുമെന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ. മാങ്ങ വരും എന്ന് പറയുന്നതല്ലാതെ 1-2 മാങ്ങ കിട്ടിയാ കിട്ടിയതിൻ്റെ അകത്തുനിന്ന്. പിന്നെ എനിക്ക് കഴിഞ്ഞ ദിവസം ഇതില് മറ്റേ ബാംഗ്ലൂർ ഫാൻസ് തന്നെ കുറച്ചൊരു ഇട്ടതാണ്, നമ്മുടെ ഭുവനേശ്വർ കുമാർ എന്തുകൊണ്ട് ഭുവനേശ്വർ കുമാർ ടീമിൽ ഡ്രോപ്പ് ആക്കി തല ഇടുത്തി വീഴണമെന്ന് അവന്മാർ പറയുന്നുണ്ടായിരുന്നു, പക്ഷെ അവന്മാർ ശ്രദ്ധിക്കുന്നില്ല. ഡ്രോപ്പ് ചെയ്തത് നമ്മുടെ വിരാട് കോഹ്ലിയുടെയും രവിശാസ്ത്രിയുടെയും ആ ഒരു ഇതിലായിരുന്നു മാറ്റി. നിങ്ങൾ അതും കൂടി മനസ്സിലാക്കണം. എടുത്ത് മാറ്റാൻ കാരണം വെച്ചാൽ കോഹ്ലിയുടെ പ്ലാൻ എന്ന് പറയുന്നത് ഫാസ്റ്റ് ബോളിങ് 140+ എറിയുന്ന ആളായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷെ ഭുവനേശ്വർ കുമാർ എറിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ്റെ ഋതം പോയി, സ്വിങ് ഇല്ല, അങ്ങനെ പോയതാണ്. പിന്നെ അവസാനം ഇതിൽ ബാക്കിയില്ലാതെ എറിഞ്ഞ് അവസാനം പരിക്കായി ഇഞ്ചുറി ആയി, അങ്ങനെ പോയതാണ്. പിന്നെ വീണ്ടും നല്ലൊരു റിക്കവർ ചെയ്തു. അതെ, സ്വന്തം സ്റ്റേറ്റിലെ പ്രീമിയർ ലീഗ് വരെ കളിച്ചാണ് തിരിച്ചു വന്നത്. അതെ, പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് ഇതൊന്നാണ് ഇപ്പോൾ ഈ നിലയിലെത്തിയത്. ഫാൻസ് ഇത് കേൾക്കണം, ഇതിന് മുമ്പ് ഇങ്ങനെ കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നു. അല്ല, ഇത്രയും കാലം ഇന്ത്യൻ ടീം നന്നായിട്ട് കളിച്ചോണ്ടിരുന്നു. മറ്റേ ഡെബ്യൂ ഓർമ്മയുണ്ട് ODIയിൽ ഫസ്റ്റ് ബോൾ വിക്കറ്റ് ആരുടെ ഇരുന്ന പേരെന്തിരുന്നു, ഹഫീസ് ഒരു ഞെട്ടിപ്പോയി ഇങ്ങനെ. അതൊക്കെയാണ് സ്വിങ്. ഇപ്പൊ സ്വിങ്ങിന്റെ ഒക്കെ വില പോയി തോന്നുന്നു കുറെയൊക്കെ. സ്വിങ്ങിന് സമയം കിട്ടും, ഞാൻ പഠിക്കട്ടേല്ലേ. അതെ, പിച്ച് സമ്മതിച്ചാൽ ബാറ്റർമാർ സമ്മതിക്കണ്ടേ, സ്വിങ്ങിന് സമയം വേണം. ഇത് പിച്ച് ചെയ്യുമ്പോഴേ വെച്ച് അടിച്ചു കൊടുത്തി നമ്മളിപ്പൊന്നും പറയുന്നില്ല. അപ്പൊ ഇത്രയും വരെ വീഡിയോ കാണാൻ നമുക്ക് നന്ദി, നമ്മൾ എടുത്ത് പറയുന്നുണ്ട്. നമ്മളെ ബാക്കിയും കുറെ വീഡിയോ വരുന്നുണ്ട്, അതും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ ബൈ.